ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് ആണ്. കണ്ട കുറച്ചും കൂടി പൊന്തിച്ചു. ഇന്നിപ്പോ പോളിഷ്ഡ് ഗ്രാനൈറ്റ് ആണ് ഏറ്റവും വലിയ പ്രസ്റ്റീജ്. അപ്പൊ ശരിക്ക് ഈ ഗ്രാനൈറ്റ് നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ഗ്രാനൈറ്റിന് എനർജി പിടിച്ചെടുക്കാനുള്ള കഴിവ് പെട്ടെന്നുള്ളൊരു സാധനം. എനർജി പിടിച്ചെടുക്കാനും കൊടുക്കാനും കഴിവുള്ള ഒരു സാധനമാണ് ഗ്രാനൈറ്റ്. ഞാൻ റെക്കി എനർജി ഇപ്പൊ ഇതിന് കൊടുക്കാൻ പോവാം. എനർജി ട്രാൻസ്ഫർ ആണ്. അത് കോസ്മിക് എനർജിയിൽ നിന്ന് എടുത്തിട്ടും അല്ലെങ്കിൽ എന്റെ പ്രാണനിലുള്ള എന്റെ എനർജിയും ഞാൻ ഈ ഗ്രാനൈറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചെടുക്കുമ്പോൾ ഇനി നെഗറ്റീവ് ആയിരുന്ന ഗ്രാനൈറ്റ് ഈ എനർജി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് റെക്കി എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് പ്രാണിക് ഹീലിംഗും രണ്ടും ഒരേപോലെയാ. ഇനി ഈ കൊടുത്ത എനർജി ഞാൻ തിരിച്ചെടുക്കാൻ പറഞ്ഞില്ല. കാരണം കൊടുക്കാൻ കഴിവുള്ള ആൾക്ക് തിരിച്ചെടുക്കാനും പറ്റും. അപ്പൊ ഈ എനർജി ട്രാൻസ്ഫർ ഇപ്പൊ വെറും കൈ വെച്ചിട്ടാണ് എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഞാൻ മന്ത്രങ്ങളൊന്നും ചൊല്ലിയില്ല. മന്ത്രങ്ങൾ ചൊല്ലി എനർജി ട്രാൻസ്ഫർ ചെയ്യാണ് ആവാഹനത്തിലൊക്കെ അമ്പലത്തിൽ ചെയ്യുന്ന സമയത്ത് ഒരു കല്ലിന് എനർജി കൊടുക്കുക എന്ന് പറയുന്നത് ആ കൺസെപ്റ്റ് തന്നെയാണ്. പ്രതിഷ്ഠയ്ക്ക് കൊടുക്കുക എന്നുള്ളത് അത് എന്നെക്കാളും അധികം അറിയുന്ന ആള്. ഇപ്പൊ ആധുനിക ജീവിതത്തിലെ ഇപ്പൊ ശാസ്ത്രത്തിന് ഇപ്പൊ മെഡിക്കൽ ശാസ്ത്രത്തിന് ഇത് ഏതൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആ ശാസ്ത്രത്തിന്റെ പേരൊന്നും പറയണ്ടായില്ലേ നേരത്തെ. ഈ ഓറയെ കണ്ടിട്ട് ഒരു വ്യക്തിക്ക് രോഗമുണ്ടോ രോഗമില്ലയോ എന്ന് മനസ്സിലാവും ക്രില്ലിയൻ ഫോട്ടോഗ്രാഫി വെച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇതെന്താ നമ്മുടെ നാട്ടിൽ ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത? അങ്ങനെയാണെങ്കിൽ ഡയഗ്നോസിസ് എളുപ്പല്ലേ മനസ്സിലാക്കാൻ? നമ്മുടെ നാട്ടിൽ എന്താണ് ഉപയോഗിക്കാത്തത് എന്നുള്ളതിന് ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജർമ്മനിയില് എല്ലാ മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ കൂടെയും ഈ ഡൗസിംഗ് റോഡ് ഉപയോഗിച്ച് ഡൗസ് ചെയ്യുന്ന ആളെ ഒരു ബയോജിയോളജിസ്റ്റ് എന്നാ പറയാ. ഈ ബയോജിയോളജിസ്റ്റുകൾ ഡോക്ടർമാരുടെ കൂടെ പോകും. രോഗികളെ ചികിത്സിക്കണം. കാരണം ഫിസിക്കൽ ബോഡിക്ക് പ്രശ്നം ഉണ്ടായാൽ ചികിത്സ അത്യാവശ്യം, മരുന്ന് കൊടുക്കണം ഒക്കെ ആവശ്യം. പക്ഷെ അയാൾ കിടക്കുന്ന സ്ഥലം കൂടി നന്നാവണം. അപ്പൊ ഏത് സ്ഥലത്താണ് കിടക്കുന്നത്? നല്ല എനർജി ഉള്ള സ്ഥലമാണോ? ഇതിപ്പോ അലോപ്പത്തിക് മെഡിസിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഒരു റെക്കി സ്പെഷ്യലിസ്റ്റ് ഏതായാലും ശരീരത്തെ ഉപദ്രവിക്കാൻ തുടങ്ങിയ ഒരു അസുഖത്തെ വെറും എനർജി കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷെ അത് എനർജി കൺസെപ്റ്റ് കൂടെ കൊടുത്തില്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമ്മൾ എത്ര ട്രീറ്റ് ചെയ്താലും അതിന്റെ മൂല കാരണം അന്വേഷിക്കാണ്ട് ട്രീറ്റ് ചെയ്യുന്നതിന് തുല്യാന്നർത്ഥം. കാരണം നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ആ പ്രാണൻ റീഫില്ല് ചെയ്യാണ് ഈ എനർജി കൊടുക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ ഭാരതീയ സങ്കല്പത്തില് ക്ഷേത്രങ്ങളിൽ പോകണം എന്ന് പറയുമ്പോ അവിടെ ചെയ്യുന്നത് നമ്മുടെ എനർജി ലെവലിനെ കൂട്ടുക എന്നുള്ളതാണ്. നമ്മുടെ എനർജി ലെവലിനെ കൂട്ടുക എന്ന് പറഞ്ഞാൽ ഹെൽത്ത് നല്ലതാക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ സംഭവിക്കുന്നത് ക്ഷേത്രങ്ങളിലുള്ള എനർജി നമുക്കുള്ള ബയോ എനർജിയുടെ ഡെൻസിഫൈ ചെയ്തിട്ടുള്ള ഒരു രൂപമുള്ള സ്ഥലമാണ്. ഡെൻസിറ്റി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അതാണ് നമ്മൾ. പൊട്ടൻഷ്യൽ കൂടിയിട്ടുള്ള അമ്പലങ്ങളിൽ നിന്നും എനർജി ട്രാൻസ്ഫർ നടക്കും. എപ്പോഴും എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. ഒരു ചൂടുള്ള പാത്രത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചാൽ പാത്രത്തിന്റെ ചൂട് വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ആവും. തിരിച്ച് തണുപ്പുള്ള പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ചാൽ വെള്ളത്തിന്റെ ചൂട് പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ആവും. നമുക്ക് ഒരു സാധാരണ സൈക്കിൾ ട്യൂബിൽ കാറ്റടിക്കണമെങ്കിൽ ഇവിടെയൊക്കെ എയർ അവൈലബിൾ ആണ്. പക്ഷെ ട്യൂബിന്റെ വാൾവ് തുറന്നാൽ എയർ ഉള്ളിലേക്കല്ല പോവാ, ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരാം. കാരണം അവിടെയുള്ള പ്രഷറിനെക്കാളും കുറഞ്ഞ പ്രഷറുള്ള സ്ഥലമാണ്. അതിനേക്കാളും പ്രഷർ കൂടുതലുള്ള ഒരു സ്ഥലമാണ് പമ്പ്. അപ്പൊ കാറ്റടിക്കണമെങ്കിൽ നമ്മൾ പമ്പിൽ തന്നെ പോകണം. അതേപോലെ നമുക്ക് എനർജി കിട്ടണമെങ്കിൽ ഇവിടെയൊക്കെ എനർജി അവൈലബിൾ ആണ്. ഈ പൂവിൽ അവൈലബിൾ ആണ്, ആ പൂവിൽ അവൈലബിൾ ആണ്. പക്ഷെ ആ പൂവിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റില്ല. കാരണം പൂവിനും നമുക്ക് നോക്കിയ എനർജി ഏകദേശം പൂവിന് കുറവ്, നമുക്ക് കൂടുതലുമായിരിക്കും. അപ്പൊ നമ്മളെക്കാളും കൂടുതൽ എനർജി ഉള്ള സ്ഥലത്തേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ നല്ലോണം ഉപാസന ചെയ്യുന്ന ഒരാളെടുത്ത് പോയി അനുഗ്രഹം മേടിച്ചാൽ അയാള് എനർജി എന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ ഞാൻ ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രത്തിൽ നിന്നും എനർജി എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഈ വിളക്ക് വെക്കൊക്കെ ചെയ്യില്ലേ ക്ഷേത്രങ്ങളില്? വിളക്ക് വെക്കുമ്പോ സന്ധ്യക്ക് വീടുകളിലും വിളക്ക് വെക്കും. ആ വിളക്ക് വെക്കുന്നതിന്റെ ആ തിരി വെക്കുന്നതിന്റെ ഒരു
ദശയെക്കുറിച്ചും. വിളക്ക് വെക്കുക എന്നുള്ളതിന്റെ കൺസെപ്റ്റ് ഒന്ന് പ്രകാശം ഉണ്ടാവുക എന്നുള്ളതായിരുന്നു ആദ്യം. അതെ, സന്ധ്യക്കായത് കൂടാതെ സൂര്യാസ്തമയത്തോടു കൂടിയിട്ട് അഗ്നിയാരാധന എന്നുള്ള ഘടകവും അതിലുണ്ട്. അതുകൂടാതെ എനർജി കൺസെപ്റ്റ് വെച്ച് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം, എത്ര തിരി വെക്കണം? 5 തിരി വെക്കാറുണ്ട് ചിലര്. അത് ഒരു തിരിയിലേക്ക് ഇപ്പൊ ഒതുങ്ങിയിരിക്കുന്നു. അപ്പൊ ഒരു തിരി വെച്ചാലാണോ എനർജി, 5 തിരി വെച്ചാലാണോ എനർജി? ഇതിലൊക്കെ വല്ല എനർജി കൺസെപ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. ഒരു തിരി മാത്രം കത്തിച്ചിട്ടുള്ള വിളക്കാണിത്. ഇപ്പൊ കിഴക്ക് വശത്തേക്കാണ് നമ്മൾ തിരി വെച്ചിരിക്കുന്നത്. സാധാരണ മിക്ക വീടുകളിലും കോമൺ ആയിട്ട് ഒരു തിരി കിഴക്കോട്ട് വെച്ചിട്ട് കത്തിക്കാറുണ്ട്. അപ്പൊ ഇതിലുള്ള ഊർജം നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ ഊർജം ഉള്ളതാണെങ്കിൽ ഇത് പിന്നോട്ട് വരണം. ഇതേ ഊർജം ഉണ്ടെങ്കിൽ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ക്രോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് നെഗറ്റീവ് ഊർജം അർത്ഥം. പക്ഷെ വിളക്ക് കത്തിക്കുമ്പോ നെഗറ്റീവ് ഊർജം വരിക എന്ന് പറഞ്ഞാൽ അത് ദീപത്തിന് ചൈതന്യമുണ്ട്, ഇല്ല. പക്ഷേ അതിൽ എവിടെയോ ഒരു വൈകല്യം ഉണ്ട്. എന്താന്ന് നമുക്കറിയില്ല. അടുത്ത കാലത്ത് ഇങ്ങനെ ഓരോ ഡയറക്ഷനിലേക്കുള്ള വീടുകൾ കത്തിക്കാൻ എന്താ കാരണം നോക്കി, അതിൽ ഏതാണ് ശരിയെന്ന് അറിയണല്ലോ. അപ്പൊ അത് നോക്കിയപ്പോ 2 ഡയറക്ഷനിലേക്ക്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കത്തിച്ചു കഴിഞ്ഞാൽ എനർജി ലെവൽ നല്ലപോലെ കൂടുതലായിട്ട് കാണാം. ഇപ്പൊ ഇവിടുന്ന് വരുന്നതിന്റെ ആ റൊട്ടേഷന്റെ കാലം മാറ്റും. അപ്പൊ ഈ 5 തിരിയിടുന്നുണ്ട്, 7 തിരിയിടുന്നുണ്ട്. 5 തിരി ഭദ്രദീപം എന്നല്ലേ പേര്? 5 തിരി ഓരോന്നായിട്ട് മാറ്റി ഇനിയിപ്പോ 3 തിരി നോക്കാം. അല്ലെ, അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ കിഴക്ക് പടിഞ്ഞാറിലുള്ളത് ഇതൊന്ന് വടക്ക് വിളക്കിനെ തിരിക്കുക, തിരിച്ച് തെക്ക് വടക്കാക്കി നോക്കാം. കാരണം ഡയറക്ഷൻ വല്ല പ്രത്യേകത ഉണ്ടോന്ന് അറിയണ്ടേ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രോസ് നെഗറ്റീവ് എനർജി. അതേ തിരികള്, എണ്ണ വിളക്ക് തിരി ഒന്നും മാറിയിട്ടില്ല. അപ്പൊ ദിശയ്ക്ക് തിരി വെച്ച ദിക്ക് മാറി. അപ്പൊ ദിശയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം എന്താന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ തല വെച്ച് കിടക്കുന്നതിന്റെ, നോക്കിയിരിക്കുന്നതിന്റെ, ഉണ്ണാനിരിക്കുന്നതിനൊക്കെ. അപ്പൊ പറഞ്ഞാളിന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഉണ്ണാനിരിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല, ആയുസ് കൂടാനാ. അതിന് പ്രാധാന്യമുണ്ട്. നമ്മൾ കണ്ടില്ലേ. ഇപ്പൊ ഇതിന് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ട് പറയണമെങ്കിൽ, ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയുടെ കാര്യം നമ്മൾ പറഞ്ഞത്. ഇതേപോലുള്ള വേറൊരു എനർജിയാണ് ജിയോ മാഗ്നറ്റിക് എനർജി. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവാം. നമുക്ക് 3 തിരിയിട്ട് ചെയ്തിട്ടൊന്ന് നോക്കാം. നെഗറ്റീവാ. ഇനി ഇതിന്റെ ഡയറക്ഷൻ വേണമെങ്കിൽ മാറ്റി നോക്കാം. ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് നോക്കാം. ഇതായാലും നെഗറ്റീവാ. ഇനി 4 നോക്കാം. അപ്പൊ ഇതൊക്കെ ഒരു ഹാർമണൈസറിന്റെ എഫക്ട് ഉണ്ടാവാം. ചിലപ്പം ഇതിലുള്ള നമ്പർ ഓഫ് ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു ബാലൻസിങ്. ഇതാണ് ഹാർമണൈസറുടെ ഒരു എഫക്ട്. അതുകൊണ്ടാവാം. കാരണം ഇതിന്റെ അകത്ത് ഉണ്ടാവുന്ന എനർജിയുടെ റൊട്ടേഷൻ ഒരു വിധത്തില്, മറ്റൊന്ന് വേറൊന്ന്, അതിന്റെ ക്ലാഷ്. അപ്പൊ അതിനൊന്ന് ഹാർമണൈസ് ചെയ്യാൻ വേണ്ടി 3 വെച്ചപ്പോ വന്നത് ക്ലാഷ് ആയിരിക്കണം. ഇനിയിപ്പോ 4 വെച്ചാൽ ക്ലാഷ് അവസാനിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെയും ക്ലാഷ്. ഇത് 2 വെച്ചപ്പോ പോസിറ്റീവ്, 4 വെച്ചപ്പോ നെഗറ്റീവ്. ശരിക്കും പറഞ്ഞാൽ 2 into 2 ആണ്. അതെ, പക്ഷെ നമ്മൾ 2 വെച്ചപ്പോ കണ്ട ആ ഇഫക്റ്റ് ആണ് വാസ്തവത്തിൽ വരേണ്ടത്. അതെ, അതിന് പകരം. അപ്പൊ ഇപ്പൊ ഒരു കാര്യം പറയാൻ പറ്റുക, ചിലപ്പം ഈ ജിയോ മാഗ്നറ്റിക് എനർജിയുടെ കാര്യം പറഞ്ഞല്ലോ, ആ ജിയോ മാഗ്നറ്റിക് എനർജി ഒന്നിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു എഫക്ട് അതിനെ പിന്നെയും താത്തുന്നു. അതാവാം. ഇനി സാധാരണ 5 തിരിയാണ് പതിവ്. ഏത് വിളക്ക് നോക്കിയാലും 5 തിരി കത്തിക്കാനുള്ള പ്രൊവിഷനോട് കൂടി എന്ന് പറയാം. 2 തിരി കത്തിക്കുമ്പോഴുള്ള ഈ റോഡ് തിരിച്ചു വരുന്നതിന്റെ സ്പീഡിനെക്കാളും പറയുമ്പോ 2 വളരെ ഭംഗിയായി കത്തണം. കൂടുതൽ സ്പീഡിൽ അത് തിരിച്ചു വരുന്നതായിട്ട് കാണാം. സാധാരണ ഒരു സെല്ലുലാർ ഫോണിലുള്ള നെഗറ്റീവ് എനർജി കറിയാനുള്ള ഹാർമണൈസർ ആണ് ഉപയോഗിക്കാറ്. നമുക്ക് ഹാർമണൈസർ ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് നോക്കാം. ഒരു ഏറ്റവും വില പിടിച്ചൊരു സാധനമാണല്ലോ മനുഷ്യന് പൈസ. അപ്പൊ പൈസക്ക് നെഗറ്റീവ് എനർജിയെ മാറ്റാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 1 രൂപ തൊട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാലും ആ നെഗറ്റിവിറ്റി മാറുന്നില്ല. ഇനി ഈ കോയിന് ഒന്ന് മന്ത്രം ചൊല്ലി തന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഗായത്രി മന്ത്രം, സൂര്യഗായത്രി മന്ത്രം 3 ഞാൻ വിചാരിക്കുക മാത്രമാണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. വെറും കോയിന് സാധിക്കാത്തത് അല്ലേ? ആ മന്ത്രശക്തി, ആ ശക്തിയെ ആ കോയിന് ഏറ്റെടുക്കാൻ പറ്റി. എനർജി ട്രാൻസ്ഫർ ചെയ്തു ആ കോയിനിലേക്ക്. ആ എനർജി അവിടെ പോസിറ്റീവ് എനർജി ആയിട്ട് വർക്ക് ചെയ്തു. ഇതിപ്പോ ഇങ്ങനെ മരക്കഷ്ണം എടുത്താൽ അത്ര തന്നെ അത് ഉൾക്കൊണ്ടോളന്നില്ല. കാരണം ലോഹത്തിന്
ഊർജത്തിനെ സ്വാംശീകരിക്കാനും ഇലക്ട്രിസിറ്റി പോലെ തന്നെ കണ്ടക്ടർ അല്ല എന്നല്ലേ അല്ല കണ്ടക്ടർ ആണ് എന്നുള്ളത് ലോഹം മരം അല്ല. രുദ്രാക്ഷത്തിന് രുദ്രാക്ഷമാല ധരിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പൊ നമ്മുടെ ഭാരതീയ പൈതൃകത്തിലുള്ള പല വിശ്വാസങ്ങൾക്കും ഒരു എനർജി കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരാണ്. ഉദാഹരണത്തിന് ഇപ്പം ആദ്യം പറയണ്ടല്ലോ, വെള്ളത്തിന് എനർജി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന്. ഒരു ക്ഷേത്രത്തില് തീർത്ഥം എല്ലാവരും കൊടുക്കുന്നുണ്ട്. സാധാരണ വെള്ളം 20,000 ടൈംസ് എൻലാർജ് ചെയ്താൽ, പൈപ്പിലും കിണറിലൊക്കെ കിട്ടുന്ന ഒരു വെള്ളം അതിന്റെ മോളിക്യൂൾ 20,000 ടൈംസ് എൻലാർജ് ചെയ്താൽ ആകെ ഫസ്സി ആയിട്ടുള്ള ഒരു ചുഴലിക്കാറ്റിന്റെ രൂപത്തിലാണ് നമ്മൾ കാണുക. പക്ഷെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒന്ന് എനർജൈസ് ചെയ്തിട്ടുള്ളതാണ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഓടിന്റെ ടൈലിന്റെ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇതാണ് നമുക്ക് കാണാൻ പറ്റുക, മോളിക്കുലാർ സ്ട്രക്ചർ. അപ്പോൾ ആകെ ഒരു സ്പ്രെഡ് ആയിട്ടുള്ള പൊടിപടലങ്ങളുടെ രൂപത്തിലുള്ള ഒരു സാധനത്തിന് കുറച്ച് എനർജി കൊടുക്കുന്ന സമയത്ത് ഒരു ഓർഡർ ഉണ്ടാവും. അതുകൊണ്ടാണ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഈ വെള്ളം ഒഴിക്കാതെ ആ വെള്ളം ഒഴിക്കുന്നത്. ശരിക്കും മനുഷ്യൻ വെള്ളം കുടിക്കുന്നത് ദാഹം മാറാൻ മാത്രമല്ല, ഒരു എനർജൈസർ ആയിട്ട് കൂടിയാണ്. അപ്പൊ കുറച്ച് എനർജി ഉള്ള ഒരു വെള്ളം കുടിച്ചില്ലെങ്കിൽ നമുക്ക് എനർജൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറച്ച്. അപ്പൊ ഈ വെള്ളം തിളപ്പിക്കുന്നതിന് വല്ല ഇതുണ്ടോ? തിളപ്പിച്ചു കുടിക്കണോ? തിളപ്പിച്ചു വെള്ളം കുടിക്കണോ? യോഗയിലെ വെള്ളം തിളപ്പിക്കുമ്പോ അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നൊക്കെ ചിലപ്പോ എനർജി നഷ്ടപ്പെടുന്നുണ്ടാവും എനിക്കറിയില്ല. പക്ഷെ അതിനുള്ള ബാക്ടീരിയകൾ പോകാനോ. ഇനി ക്ലസ്റ്റേർഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ US അവൈലബിൾ ആണ്. അത് അവിടുത്തെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ 2 ഡ്രോപ്പ് വീതം ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കണ്ടെന്നാ പറയുന്നത്. ക്ലസ്റ്റേർഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഈ ഷേപ്പിലുള്ള എനർജി കൊടുത്തിട്ടുള്ള ഇതുണ്ടല്ലോ, അതിന്റെ ഈ ഓരോ കോണുകളും ഒരു ദളത്തിന്റെ ഒരു പൂവിന്റെ ഒരു ഷേപ്പുള്ള രൂപത്തിലാക്കി മാറും. അപ്പൊ അത്തരത്തിലുള്ള ഇതുപോലെ ഏകദേശം അത് ഈ ഒരു ഷേപ്പുള്ള ഒരു രൂപത്തിലുള്ള ഒരു ഷേപ്പാണ് ഉണ്ടാവുക. എനർജൈസ് ചെയ്യുന്നത് ഫാക്ടറികളിൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫിക് കുറെ അൾട്രാവയലറ്റ് രശ്മികളൊക്കെ അയച്ചിട്ടാണ് അതിനെ എനർജൈസ് ചെയ്യുന്നത്. അത് ബോട്ടിൽസിലാക്കിയിട്ട് വെക്കുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഈ വെള്ളം കുടിച്ചാൽ അവർക്ക് അസുഖങ്ങൾ മാറുന്നുണ്ട്. അസുഖങ്ങൾ മാറാൻ കാരണം വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ബ്ലഡിലുള്ള ഇംപ്യൂരിറ്റീസിന് ഒരു ബോണ്ടേജ് ഉണ്ടാവും. ഈ എല്ലാ ഇംപ്യൂരിറ്റീസും കൂടിക്കലർന്ന ഒരു ബോണ്ടേജ് പോലെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ഓക്സിജൻ പാസേജിന് ഈ ബോണ്ടേജ് തടസ്സമായിട്ട് നിൽക്കും. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ബോണ്ടേജ് ഒക്കെ കുറച്ച് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഓക്സിജൻ വഴി തുറന്നു കിട്ടും. അപ്പൊ ഓക്സിജൻ പാസേജ് നല്ലപോലെ നടക്കും. അപ്പൊ ശരീരത്തിലെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കും. അപ്പൊ അത് ആരോഗ്യത്തെ അപ്പൊ കുടിക്കുന്ന വെള്ളത്തിന്റെ ശാസ്ത്രീയ ഘടന മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അമ്പലത്തിൽ കിട്ടുന്ന തീർത്ഥം 20,000 ടൈംസ് എൻലാർജ് ചെയ്താൽ ഈ ക്ലസ്റ്റേർഡ് വാട്ടറിനെ കവച്ചു വെക്കുന്ന പറയുന്നത് കുറച്ചുകൂടി നന്നാക്കാനുള്ള എനർജി അതിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ തീർത്ഥം എന്ന് പറയുന്നത് സാധാരണ വെള്ളം ഏതെങ്കിലും ക്ഷേത്രത്തിലുള്ള കുളത്തിൽ നിന്നോ അവിടുത്തെ കിണറിൽ നിന്നോ ടാപ്പിൽ നിന്നോ എടുത്തിട്ടുണ്ടാവാം. അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അകത്ത് അത് ഘട്ടം ഘട്ടമായിട്ടുള്ള എനർജൈസിംഗ് ആണ് നടക്കുന്നത്. അവിടെ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അവിടുന്ന് എനർജി വെള്ളത്തിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ബിംബം എനർജിയുടെ ഒരു സ്റ്റോർ ഹൗസ് തന്നെയാണ്. അപ്പൊ അതിന്റെ സ്പർശം കൂടി സഹായിക്കുന്നുണ്ട്. ദിവസങ്ങളോ എന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന എനർജി അവിടെ മന്ത്രം ഇങ്ങനെ. അപ്പൊ അവിടെ അഭിഷേകം ചെയ്യാന്ന് പറയുന്നത് ബിംബത്തിന്റെ മുകളിൽ ഒഴിച്ചിട്ടാണ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. ഒഴിക്കുന്ന സമയത്ത് അത് വെള്ളം, ഒഴിച്ച് പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് തീർത്ഥമായി മാറി. അപ്പൊ ഈ തീർത്ഥത്തിന് എനർജി ട്രാൻസ്ഫർ ആണ് സംഭവിക്കുന്നത്. അത് കുടിക്കുമ്പോൾ ശരിക്കും ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ അമ്പലത്തിൽ പോയി തീർത്ഥം കുടിക്കുന്നതിന് ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം വേണ്ട, ഒരു ഹെൽത്തിന്റെ ഒരു കോൺഷ്യസ്നെസ് ഉള്ള ഒരാൾ ചെയ്യേണ്ട കാര്യം. ക്ലസ്റ്റേർഡ് വാട്ടർ 2 തുള്ളി മതി എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ടാണ് തീർത്ഥം കിട്ടുന്നത് വളരെ കുറച്ചാണ്. കാരണം എല്ലാവർക്കും കൊടുക്കണം. ഈ കുറച്ചുണ്ടായാൽ മതി ഈ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അതൊക്കെ ശാസ്ത്രം തെളിയിക്കുകയാണ്. കിട്ടുന്നത് പോസിറ്റീവ് എനർജിയാണ്. ഇതിനകത്തൊക്കെ പറഞ്ഞു വരുന്നത് നമ്മുടെ പഴയ ആചാരങ്ങൾക്ക് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ദീർഘദൃഷ്ടിയോടുകൂടി പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം ഒരു വാസ്തുവിന്റെ കൺസെപ്റ്റ് പറയണ്ടല്ലോ. ചെറിയ അണുകുടുംബങ്ങളായി ജീവിച്ചിരിക്കുന്നവർക്ക്, ചെറിയ പ്ലോട്ടില് ചെറിയൊരു വീടെടുക്കുന്ന ആൾക്ക് ഈ വാസ്തു നോക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്.
അത് മുമ്പേ സാഹചര്യം ഇപ്പൊ അനുവദിക്കണില്ല, സ്ഥലങ്ങളില്ല അല്ലേ അത്രയും വലുതെടുക്കാൻ. പിന്നെ ശാസ്ത്രീയമായിട്ട് ഈ ചെറിയ സ്ഥലത്ത് നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ നമ്മളൊരു പൂജാ റൂം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ എനർജി ഉണ്ടാക്കണ്ടല്ലോ, ആ പൂജാ റൂമിന് ഒരു ലിമിറ്റഡ് ഏരിയയിൽ എനർജൈസ് ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ തന്നെ നമ്മുടെ എല്ലാ ഈ എനർജി പ്രോബ്ലംസും ഇല്ലാണ്ടാവുന്ന കാര്യം. കാരണം വലിയൊരു വീടാണെങ്കിൽ, വലിയൊരു ഏരിയ ആണെങ്കിൽ അത് കംപ്ലീറ്റ് എനർജൈസ് ചെയ്യാനുള്ള എനർജി ഉണ്ടാക്കണ്ടേ. അവിടെ നെഗറ്റീവ് എനർജി കൂടുതൽ ഉണ്ടാവാം, പോസിറ്റീവ് എനർജിയും കൂടുതൽ ഉണ്ടാവാം. അപ്പൊ അത് എനർജൈസ് ചെയ്യാനുള്ള ഒരു അത്രയും കൂടി അറ്റ്മോസ്ഫിയർ ശരിയാക്കണം. ഇപ്പോ അഗ്നിഹോത്രം എന്ന് പറഞ്ഞിട്ടുള്ള ആ യജ്ഞം നടത്തുന്ന സമയത്ത് ഭോപ്പാലിൽ നടത്തിയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് കാണിക്കുന്നത്, അവിടെ ഭോപ്പാൽ ട്രാജഡി ഉണ്ടായിരുന്ന സമയത്ത് അഗ്നിഹോത്രം നടത്തിയിട്ടുള്ള വീടുകളിൽ എഫക്ട് കുറഞ്ഞു വന്നു. അപ്പൊ ഈ അത് പറഞ്ഞ സമയത്ത് അങ്ങനെ വിശ്വസിച്ചിരുന്നില്ല. അത് എനർജി ഒരു ഹാർമണൈസർ ആയിട്ട് കവറായിട്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇപ്പൊ അമേരിക്കയിലാണ്, ജർമ്മനിയിലാണ്. പക്ഷെ ഇന്ത്യയിൽ അഗ്നിഹോത്രം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറവാന്ന് പറഞ്ഞു. എനിക്ക് നേരത്തെ കൗതുകം തോന്നിയ ഒരു കാര്യം നേരത്തെ സംസാരിച്ചപ്പോഴേ, ഒരു വീട്ടിലെ എനർജി ലെവൽ അളക്കാൻ പോയപ്പോഴേ ആ ഒരു മുറിയിൽ നെഗറ്റീവ് എനർജി കണ്ടു. ആ ബാത്റൂമിന്റെ ഡോർ അടച്ചപ്പോൾ അത് വളരെ കൗതുകമായിട്ട് തോന്നി. ഇപ്പൊ ബാത്റൂം സാധാരണ നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആ ബാത്റൂമായിട്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അല്ല, നമ്മൾ തന്നെ ബാത്റൂമുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പൊ ആ കാലത്ത് ബെഡ്റൂമിന്റെ തൊട്ടടുത്താണ് ബാത്റൂം. ഞാൻ പറയുന്നു, ബെഡ്റൂമിന് പ്രാധാന്യം എപ്പോഴും ഉണ്ട് ഒരു വീട്ടില്. കാരണം ബെഡ്റൂമിലാണ് മനുഷ്യൻ 60 കൊല്ലം ജീവിക്കുന്ന ഒരു വ്യക്തി 20 കൊല്ലം ബെഡിലാണ്. ഉറങ്ങുന്ന സമയം 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങുന്ന മനുഷ്യൻ 60 മണിക്കൂറിൽ 20 കൊല്ലാണ് ബെഡിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക ആ ഒരു സ്ഥലം. അതുകൊണ്ട് ബെഡ് വളരെ ക്ലീൻ ആവണമെന്ന് പറയും. അപ്പൊ ആ ബെഡ്റൂമില് തൊട്ടടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായി ഡോർ തുറന്നു വെക്കുകയാണെങ്കിൽ ബാത്റൂമിലുള്ള സ്മെല്ലോ അല്ലെങ്കിൽ അതൊന്നല്ല പറയുന്നത്, അവിടുന്ന് ഒരു എനർജി പുറത്തു വരുന്നുണ്ട്. അത് ആ എനർജി പ്രസൻസ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് കംപ്ലീറ്റ്. അത് അടുത്ത കാലത്ത് കോയമ്പത്തൂർ ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അന്ന് രാത്രി ടെലിഫോൺ ചെയ്തിട്ട് അവരുടെ മകനോട് പറഞ്ഞു, ഇങ്ങനെയാണ് ഇവിടെ അമേരിക്കയിൽ ഈ ഇൻഫർമേഷൻ മുമ്പേ ഉള്ളതായി, ഇപ്പൊ എല്ലാവരും ബാത്റൂം പൂർണ്ണമായിട്ട് അടച്ചു വെക്കണം. ചില വീടുകളിലൊക്കെ ഡബിൾ ഡോർ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് ബാത്റൂമിന്, ഒരു ഇൻസുലേഷൻ കൊടുക്കാൻ. ഒന്ന് അകത്തും നടക്കുക, ഒന്ന് പുറത്തും നടക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു ബാത്റൂമിന്റെ ഡോർ നേരെ നമ്മൾ കിടക്കുന്ന ഭാഗത്തേക്ക് തുറക്കാണ്ട് ഒരു സൈഡിലാക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ഇതൊന്നും അറിയാതെ നമ്മൾ അടച്ചിടുന്നുണ്ടല്ലേ. പക്ഷെ പല ഒരു ശ്രീചക്രം ഒരു ഭവനത്തിൽ വെച്ചാൽ തന്നെയും നെഗറ്റീവ് എനർജി വളരെയധികം പോകുന്നതായിട്ടുള്ള അനുഭവം. ഈ ശ്രീചക്രത്തിന് ഒരു ജോമെട്രിയുടെ എഫക്ട് ഉണ്ട്. കാരണം ചില ജോമെട്രിക്ക് എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ശ്രീചക്രം തന്നെ വേണമെന്നില്ല. സാധാരണ ഈ ഹിപ്നോട്ടിസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ഉള്ള ഒരു സ്പെസിഫിക് ജോമെട്രീസ് ഉണ്ട്. അതും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോസിറ്റീവ് എഫക്ട് കുറച്ചുണ്ട്, പക്ഷെ ഇത്ര വലിയ. ഇപ്പൊ ഇതില് കുറെ ജോമെട്രീസ് അടങ്ങുന്ന ഏതോ ഒരു ഇത് ഡിസൈൻ ചെയ്തത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവും പറയാൻ പറ്റാത്ത. അപ്പൊ ഇതിനൊക്കെ എന്തോ ഒരു എനർജി കൺസെപ്റ്റ് ഉണ്ടായിരുന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദേവീദേവന്മാരുടെ ചിത്രങ്ങൾക്ക് പോലും അനുകൂലോർജ്ജം പ്രസരിപ്പിക്കാൻ കഴിവുണ്ടെന്നുള്ളതാണ് അനുഭവത്തിൽ, പരിശോധനയിൽ, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ കാണുന്നത്. ചെറിയൊരു പോക്കറ്റിൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതാ. എന്തിനാ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ ആർക്കും അറിയാത്തൊരവസ്ഥയാണ്. ഈ ഒരു സാധനം ഇപ്പൊ വെച്ചിരിക്കുന്നത് നേരെ ഈ അവസ്ഥയിലാണ് വെച്ചിരിക്കുന്നത്. വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഒരു പേപ്പറിനാണോ എഫക്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. വീണ്ടും നെഗറ്റീവ് തന്നെ. പക്ഷെ ഇത് ഞാൻ നേരെ തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ, ദേവതകളുടെ ചിത്രം കാണുന്ന വിധത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് ഇപ്പൊ നേരത്തെ ഏത് ദേവീ ദേവന്മാരുടെ വെച്ചാലും ഇതേ അനുഭവം. അപ്പൊ ഈ കൺസെപ്റ്റ് തന്നെ ആവാം പണ്ട് കാലത്ത് വീടുകളിൽ ഈ എനർജി ഉണ്ട്. ഇങ്ങനെ ഏതോ ഒരു ഹാർട്ട്മാൻ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻ, ഞാൻ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും പോകുന്നതൊക്കെ പറഞ്ഞല്ലോ. വീടുകളിൽ കയറാതെ സൂക്ഷിക്കാനുള്ള ഒരു കഴിവ് ഈ ചിത്രങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാവാം വീടുകളിൽ കയറുന്ന സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ നിരത്തി ഈശ്വരന്മാരുടെ പടം വെച്ചിട്ടുണ്ടാവാറുണ്ട് അല്ലേ. പഴയ വീടുകൾ നോക്കിയാൽ ഇന്നത്തെ ഫാഷൻ ഉമ്മർത്ത്, കാരണം അത് അങ്ങോട്ട് കയറില്ല. അപ്പൊ ഈ ഹാർട്ട്മാൻ ലൈൻ എന്ന് പറയുന്ന ലൈൻ മുമ്പുള്ളവർക്ക് അറിയാം. അത് കേറാൻ സാധിക്കാത്ത വിധത്തിൽ അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതിന്റെ പേര് ഹാർട്ട്മാൻ. 1930 ഹാർട്ട്മാൻ പേരിട്ടു. പക്ഷെ ഈ പേരിടാത്ത ഈ ലൈനുകളൊക്കെ, ഈ എനർജിയുടെ കൺസെപ്റ്റുകളൊക്കെ എല്ലാവർക്കും പണ്ട് കാലത്തുള്ള നമ്മുടെ ആചാര്യന്മാർക്കും പണ്ഡിതന്മാരായിരുന്നു, അവർക്ക് ഇതൊക്കെ കാണാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ? ഈ ലെവലിലുള്ള പഠനങ്ങൾ ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു? ഏറ്റവും കൂടുതൽ ഇതിനുള്ള പഠനം നടക്കുന്നത് ജർമ്മനിയിലാണ്. ഈ ഒരു റോഡ് സയന്റിഫിക്കലി അപ്രൂവ് ചെയ്തിട്ടുള്ള ഏക രാജ്യം USSR ആണ്.
USSR ആയിരുന്ന കാലത്ത് ആ. ലണ്ടനിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ലീഗലി അപ്രൂവ്ഡ് ആണ്. ലീഗലി അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഉപയോഗിച്ച് ഭൂമിയുടെ അടിയിലൂടെ പോകുന്ന വെള്ളത്തിന്റെ ലൈൻ, പൈപ്പ് ലൈൻ, മുമ്പ് കാലത്തിട്ടുള്ള പൈപ്പ് ലൈൻ ഉണ്ടാവും റോഡ് സൈഡിൽ. അപ്പൊ അതിന്റെ മാപ്പുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഏത് ഭാഗത്താ പൈപ്പ് ലൈൻ ഇട്ടതെന്ന് ഇപ്പൊ കുത്തി തുറന്ന് നോക്കാൻ പറ്റാത്തൊരവസ്ഥയാവും. കാരണം റോഡിന്റെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടാവും. പിന്നെയാണ് റോഡ് വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ പൈപ്പ് ലൈൻ എവിടെയാണെന്നുള്ള മാപ്പ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ തിരിച്ചത് കണ്ടുപിടിക്കാൻ ഈ റോഡ് ഉപയോഗിച്ച് പാരലായിട്ട് നടന്നു കഴിഞ്ഞാൽ പൈപ്പ് വരുന്നിടത്ത് ക്രോസ് ആവും. പിന്നെ ആ കുറച്ച് സ്ഥലത്തുള്ള സമയത്ത് ആദ്യം നോക്കാം, പൈപ്പിൽ വെള്ളം പോകുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഏതെങ്കിലും ഒരാൾ, ഇപ്പൊ ഞാൻ ഒരു എനർജി ഡൗസർ ആണ്, ഇത് ഉപയോഗിച്ച് ഡൗസ് ചെയ്ത് വെള്ളം പോണ ഡയറക്ഷൻ കണ്ടുപിടിച്ച് ഇതാണ് മാപ്പ് എന്ന് പറഞ്ഞ് സബ്മിറ്റ് ചെയ്ത് നാളെ കുഴി കുത്തിയ സമയത്ത് അവിടെ കണ്ടില്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് സ്യൂ ചെയ്യാമെന്ന് സമ്മതിക്കുന്ന രാജ്യങ്ങളാണ് USSRലും പറ്റും, ജർമ്മനിയിലും പറ്റും, ലണ്ടനിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് വായിക്കേണ്ട ഒരു സയന്റിഫിക് പേപ്പർ, ദിസ് ഈസ് ബീങ് യൂസ്ഡ് ഫോർ ഗോസ്റ്റ് ഹണ്ടിങ്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരാൾക്ക് രാത്രി ദുസ്വപ്നം കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ ഈ ഡിറ്റക്ടറിന്റെ നീഡില് ഏത് ഭാഗത്താണ് മൂവ് ചെയ്യുന്നതെന്ന് ഉപയോഗിച്ച് അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പിശാചെന്ന് വിളിക്കാം, ഭൂതെന്ന് വിളിക്കാം, പ്രേതെന്ന് വിളിക്കാം. ഇത് പറയുമ്പോൾ ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ എനർജി ലോകത്ത് നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഒരു മനുഷ്യന് ഇപ്പം ഓറ ഉണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് ആ ഒരു ലൈഫ് സ്പാൻ തീരാത്തൊരു മനുഷ്യൻ, അഡൽട്ടായിട്ട് പൂർണ്ണമായി ജീവിച്ച് തീരാത്തൊരു മനുഷ്യൻ മരിക്കുമ്പോൾ, അപകടത്തിലോ അങ്ങനെയൊക്കെ മരിക്കുമ്പോൾ ഈ എനർജി എവിടെ പോകുന്നു? നല്ല ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. കാരണം ഈ എനർജി എവിടെയോ പോകുന്നുണ്ട്. ഒന്നുകിൽ ഇതിന്റെ പൂർണ്ണമായ രൂപത്തിലെത്തി അതിന് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ, നമ്മൾ മോക്ഷമെന്നോ എന്തോ വിളിച്ചോട്ടെ അതിന് പേര്, ആ ഒരു അവസ്ഥയിൽ അനാഥപ്രേതങ്ങളായിട്ട് ഇവിടെ എത്തി വെച്ചിട്ടുണ്ടാവുന്നുണ്ട്. അതന്നെയാണ് ഈ ഗോസ്റ്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യ ഉത്തരം പറഞ്ഞു, അതിന് ചോദ്യം പിന്നെ ചോദിച്ചു. ഭാരതീയ ശാസ്ത്രദൃഷ്ട്യാ പറഞ്ഞാൽ മനുഷ്യന്റെ ജീവചൈതന്യം ലിംഗ ആകൃതിയിൽ, അതായത് ഈ ആകൃതിയിൽ സചേതനമായിട്ട് നിലനിൽക്കും. അപരക്രിയകൾ വേണ്ടതുപോലെ ചെയ്താൽ ആ ലിംഗ ആകൃതിക്ക് അവയവപൂർത്തി വന്ന് സൽഗതി കിട്ടും. അപ്പൊ ഈ എനർജി മോക്ഷം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ പ്രേതാവസ്ഥയിൽ ഭൂമിയിൽ കിടന്ന് തിരിയും. നമ പൃഥിവ്യൈ നമ സർവാഭ്യോ ദേവതാഭ്യോ ദിശേ നമ എന്നാണ് സന്ധ്യാവന്ദനത്തിന്റെ മന്ത്രം. സാധാരണ നമ്മളെ വീടുകളിലൊക്കെ നല്ല കാണാൻ ഭംഗിയുള്ള ഫ്ലവർ വേസ് വെക്കാറുണ്ട്. ഞാൻ വിളിക്കുക അതിനെ എനർജി ഡസ്റ്റ്ബിൻ എന്നാണ്. കാരണം ഈ പ്ലാസ്റ്റിക്കിൽ അയണൈസ്ഡ് എനർജി നല്ലപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സാധനം അതുണ്ടാവണം. പ്ലാസ്റ്റിക് ആ ഒരു ഫ്ലവർ വേസ് ആയിട്ട് ഉപയോഗിക്കുന്ന പല വീടുകളിലും നല്ല ഭംഗിയിൽ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ ഏതെങ്കിലും തരത്തില് അത് ആവശ്യമാണ്. കാരണം ഏതെങ്കിലും ഒരു സ്ഥലം നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ആ ക്ലീൻ ചെയ്ത സാധനങ്ങളൊക്കെ കളയാൻ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാവണം. ഡസ്റ്റ്ബിൻ ഇല്ലാതെ വീട് ക്ലീൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന സമയത്ത്, നല്ലോണം ചീത്ത പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരാളെ പറ്റി ദുഷിച്ച ചിന്ത ഉണ്ടായാൽ പോലും അത് എനർജിയായി പോകും. അത് വേറൊരാളിൽ കയറുന്നതിന് പകരം ഈ എനർജി ഡസ്റ്റ്ബിനിലേക്ക് പോകാൻ നല്ലത്. അപ്പൊ നമ്മൾ ചീത്ത പറയുന്ന സമയത്ത് ഈ ഡസ്റ്റ്ബിനെ നോക്കി ചീത്ത പറയാം. പക്ഷെ അത് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്കരുത്. ആള് ഇരുന്ന് സംസാരിക്കുന്ന സ്ഥലത്ത്, പഠിക്കുന്ന സ്ഥലത്ത് വെക്കരുത്. അത് ഡസ്റ്റ്ബിൻ നടുക്ക് വെക്കരുത്. ഒരു സാധാരണ ഡസ്റ്റ്ബിൻ ആരും സെന്ററിൽ കൊണ്ടുവെക്കാറില്ലല്ലോ. ഡസ്റ്റ്ബിൻ സാധാരണ മുറിയുടെ ഏതെങ്കിലും കോണിലാണ് വെക്കുക. പൂപ്പാത്രം വെക്കുന്നത് നടുക്കായതുകൊണ്ട് അതിന് മാറ്റണം അല്ലേ? അവിടെ വെക്കുന്നത് ഇതേപോലെ പോസിറ്റീവായിട്ടുള്ള, നാച്ചുറൽ ആയിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള പുഷ്പങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതൊരു പോസിറ്റിവിറ്റി നമുക്കൊക്കെ തരും. നന്നായിട്ട് ചിന്തിക്കാനും ആരോഗ്യപരമായിട്ട് നമ്മളെ വളരാനും സാധിക്കുന്ന ഇത്തരം പോസിറ്റീവ് എനർജിയുള്ള ഹാർമണൈസർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. വില പിടിച്ച ഹാർമണൈസർ മേടിക്കേണ്ട കാര്യമില്ല. നേച്ചർ തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ ഹാർമണൈസർ, പ്രകൃതിദത്തമായ സാധനങ്ങളാണ്. ഇതൊക്കെ വെക്കുന്ന കുറെ കമ്പനികൾ കൊറിയയിലും കാലിഫോർണിയയിലും USA-ലും ഈ ഹാർമണൈസർ വിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. അവരൊക്കെ ഹാർമണൈസർ വെച്ച് യൂസ് ചെയ്ത് അവിടുത്തെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നുണ്ട്. ഇതൊന്നും ആവശ്യമില്ല. ഭാരതീയ പൈതൃകത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള പുഷ്പങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ മന്ത്രത്തിന്റെ ശക്തി കണ്ടു. എല്ലാവർക്കും മന്ത്രം ചെല്ലാൻ പറ്റിയെന്ന് വരില്ല. അറ്റ്ലീസ്റ്റ് നാമജപങ്ങൾ. ഇനി അതും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നല്ല കാസറ്റുകൾ വെച്ചാൽ മതി. ഇനി അതും വേണമെന്നില്ല, നല്ല മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു അടിപൊളി പാട്ടിന്റെ കാലം. അപ്പൊ അടിപൊളി പാട്ട് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവും, വെസ്റ്റേൺ മ്യൂസിക് അടിപൊളി വെച്ച് കഴിഞ്ഞാൽ, അതായത് സംഗീതത്തിന്റെ ശക്തി, ആ ഒരു റിതം, ആ ഒരു മ്യൂസിക്, ആ ഒരു
ഒരു ഹാർമണൈസർ എന്നുള്ള എഫക്ട് നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ തോന്നും. അതിനൊരു ഹാർമണൈസിങ് എഫക്ട് ഉണ്ട്. ഇനിയും എത്രയോ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ? അതൊക്കെയുള്ള ഈ ഭാരതത്തിന്റെ പഴയ പൈതൃകത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയും കുറെ ഗവേഷണം ഈ ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു വക്കത്തെ എത്തി നിൽക്കുന്നുള്ളൂ ഇതിന്റെ ഇതിൽ അല്ലേ? വളരെ ചെറിയൊരു ഭാഗ്യം നമ്മൾ പഠിച്ചു കഴിയുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് ആവട്ടെ ഇനിയുള്ള പ്രയത്നം. അതിന് ആശംസകൾ. വന്നതിന് നന്ദി.